മെയ് 20-ാം തീയതി നല്ല തണുത്ത മഴയുള്ള ഒരു രാത്രി ഏകാന്തമായ റോഡിലൂടെ രവീണ ജോലി കഴിഞ്ഞ വരികയാണ്. ദൂരെ നിന്ന മലയാളമല്ലാത്തൊരു ശബ്ദം അവൾക്ക് കേൾക്കാം. പെട്ടെന്ന് അവള് തിരിഞ്ഞു നോക്കുന്നു. ഒരാൾ അവളെ കടന്നു പിടിക്കുന്നു. അവൾ ഒച്ചയുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ബലമായ കൈകൾ ഉപയോഗിച്ച് അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു. അവളെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കും. അത് കഴിഞ്ഞ തറയിലുള്ള കനമായ ഒരു കല്ലുപയോഗിച്ച് അവളുടെ തല അടിച്ചു പൊളിക്കും. അവളുടെ തലയിൽ നിന്ന് അവളുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ ചോര ഇങ്ങനെ പതുക്കെ പതുക്കെ പോവുകയാണ്. മരണത്തിലേക്ക് അവൾ മെല്ലെ കണ്ണടയ്ക്കുകയാണ്. അടുത്ത ദിവസം മെയ് 21-ാം തീയതി തലേ ദിവസം തന്റെ ഹസ്ബൻഡ് വീട്ടിലില്ലാത്തതിന്റെ സ്വാതന്ത്ര്യം വൈനും ആൺസുഹൃത്തുമായി സെലിബ്രേറ്റ് ചെയ്തതിന്റെ ഹാങ് ഓവറിൽ നിന്ന് രാധിക പതുക്കെ കണ്ണു തുറക്കുകയാണ്. അവൾ പതുക്കെ കട്ടിലിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് ചോരയില്ല, നല്ല ചുടുചോര. ആ ചോര നേരെ അവളുടെ ദൃഷ്ടി പതിപ്പിക്കുന്നത് ഒരു മൃതദേഹത്തിലാണ്. അത് മറ്റാരുടെയുമല്ല, രവീണയുടെ മൃതദേഹമാണ്. അവൾ ഭീതിയിൽ അലറി അവളുടെ ജോലിക്കാരനെ ഉറക്കെ വിളിച്ചു. വളർത്തുനായ വരുന്ന അതേ അനുസരണയോടുകൂടി അവളുടെ വീട്ടിലെ ജോലിക്കാരൻ അവരുടെ അടുത്ത് വരും. ആ മൃതദേഹം കണ്ടു ഞെട്ടി അവൻ ചോദിച്ചു, എന്ത് ചെയ്യും മാഡം, ക്യാ ഹേ? അവൾ പറഞ്ഞു, എനിക്കറിയില്ല, ഈ കുട്ടിയെ എനിക്കറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, നമുക്ക് പോലീസിനെ വിളിക്കാം. അവൻ പറഞ്ഞു, പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല മാഡം, കാരണം ഇന്നലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വിവരിക്കേണ്ടി വരും. മാഡത്തിന്റെ ഹസ്ബൻഡ് എല്ലാം അറിയും. അപ്പൊ മാഡം ചോദിക്കുന്നു, എന്ത് ചെയ്യും നമ്മൾ? മാഡം പേടിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അവൻ മാഡത്തെയും വിളിച്ച് കാർ എടുത്ത് ആ ബോഡി കാറിൽ വേറൊരു സ്ഥലത്ത് നിക്ഷേപിക്കാനായി സഞ്ചരിക്കുക. അടുത്ത ദിവസം, അതായത് മെയ് 22-ാം തീയതി അടുത്തുള്ള കുപ്പത്തൊട്ടിയിൽ നിന്ന് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തി. പോലീസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ പോലീസിന് ആ മൃതശരീരത്തിൽ നിന്ന് ഒരു ബില്ലിന്റെ ലേബൽ ലഭിക്കും. അത് നേരെ ചെന്ന് എത്തിച്ചത് രാധികയുടെ. രാധികയെയും ജോലിക്കാരനെയും മാറി മാറി പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ രണ്ടുപേരും ഒരേ ഉത്തരം തന്നെ നൽകും, ഞങ്ങൾക്കറിയില്ല. പോലീസിന് പക്ഷേ ആ ബോഡിയുടെ കയ്യിൽ നിന്ന് മറ്റൊരു ലേബൽ കൂടെ ലഭിക്കുന്നുണ്ട്, ഒരു ടീഷർട്ടിന്റെ ലേബൽ. പോലീസ് ആ വീട് മുഴുവൻ പരിശോധിക്കുന്നു. ആ ടീഷർട്ടിന്റെ ലേബലുമായി മാച്ച് ചെയ്യുന്ന ഒരു ടീഷർട്ട് അവർ കണ്ടെത്തുന്നു. ആ ടീഷർട്ട് ആരുടേതാണ്? രാധികയുടെ ഭർത്താവിൻ്റെതാണോ അതോ രാധികയുടെ ജോലിക്കാരൻ്റെതാണോ? അത് മറ്റാരുടേതുമല്ല, രാധികയുടെ ജോലിക്കാരൻ്റെതാണ്. പോലീസിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ അവൻ കുറ്റസമ്മതം നടത്തി. എന്തിനാണ് അവൻ ആ ബോഡി ആ വീട്ടിൽ കൊണ്ടിട്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം ഇപ്രകാരമാണ്: ഈ ബോഡി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടതിന് ഒരു കാരണം ഈ പറയുന്ന ക്രൈമിൽ ഞാൻ ആരെ കൂടെ ഉൾപ്പെടുത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മാഡം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാഡം ഇതിൽ നിന്ന് ഊരാനുള്ള പല വഴികളും. അപ്പോൾ സ്വാഭാവികമായി എനിക്കും ഈ കേസിൽ നിന്ന് ഊരിപ്പോരാണ്. അത് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ ബോഡി ഞാൻ അവിടെ സൂക്ഷിച്ചത്.